الحمد لله رب العالمين الذي أرسل الرسول بالهدى ودين الحق اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما. പ്രിയമുള്ള വിശ്വാസികളെ, സഹോദരങ്ങളെ, സഹോദരിമാരെ, അല്ലാഹുവിന്റെ കൽപ്പനകളും വിധിവിലക്കുകളും ജീവിതത്തിന്റെ മുഴുവൻ സന്ദർഭങ്ങളിലും കഴിയുന്നത്ര സൂക്ഷിച്ച് പാലിച്ച് ജീവിതത്തെ ക്രമീകരിക്കണം, ചിട്ടപ്പെടുത്തണമെന്ന് ഉണർത്തുകയാണ്, ഉപദേശിക്കുകയാണ്. മഹാനായ സ്വഹാബി ജാബിർ ബിൻ അബ്ദുല്ല റളിയല്ലാഹു അൻഹുവിൽ നിന്ന് ഇമാം അൽ ബുഖാരി റഹിമഹുല്ലാഹ് ഉദ്ധരിച്ചിട്ടുള്ളതായ സുദീർഘമായ ഒരു ഹദീസിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നിയോഗ ലക്ഷ്യം എന്താണ് എന്ന് ആർക്കും മനസ്സിലാകുന്ന, ഉൾക്കൊള്ളാൻ കഴിയുന്ന രൂപത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മെ പഠിപ്പിച്ചത് കാണാൻ സാധിക്കും. സമാനമായ പല ഉദാഹരണങ്ങളും ഉപമകളും അവിടുന്ന് വാക്കിലൂടെ വന്നതായി നമുക്ക് വായിക്കാനും കാണാനും സാധിക്കും. അതിൽ ഏറെ എടുത്തു പറയേണ്ട ഒരു സംഭവമായിട്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ച ഈ കാര്യത്തെ നമുക്ക് കേൾക്കാൻ സാധിക്കുക. ജാഅത്തിൽ മലായിക ഇലൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കലേക്ക് മലക്കുകൾ വന്നു. അവിടുന്ന് ഉറങ്ങുകയാണ്. ചിലർ പറഞ്ഞു അദ്ദേഹം ഉറങ്ങുകയാണ്, മറ്റു ചിലർ പറഞ്ഞു ഇന്നൽ ഐന നായിമ വൽ ഖൽബ യഖ്ലാൻ, കണ്ണ് മാത്രമാണ് ഉറങ്ങിയിട്ടുള്ളത്, മനസ്സ് ഉണർന്നിരിക്കുകയാണ്. ഈ സംസാരത്തിനൊടുവിൽ ഇന്നലി സ്വാഹിബുക്കും ഹാദാ മസല, നിങ്ങളുടെ ഈ സ്വാഹിബിന്റെ ഉദാഹരണം ഇതാകുന്നു എന്ന് പറഞ്ഞ് മലക്കുകൾ സംസാരം തുടങ്ങുകയാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ കിടക്കുന്ന സാഹചര്യത്തെപ്പറ്റി അവർ ആവർത്തിച്ചുകൊണ്ടേയിരുന്നു. പൂർണ്ണമായും ഉറക്കത്തിലാണോ, മനസ്സ് മാത്രമാണോ ഉറങ്ങിയിട്ടുള്ളത്, അതല്ല കണ്ണ് മാത്രമാണോ ഉറങ്ങിയിട്ടുള്ളത്, ആ നിലക്കുള്ള സംസാരം അവർക്കിടയിലുണ്ടായി. പിന്നീട് അവർ പറഞ്ഞു,
മസലുഹു കമസലി റജുലിൻ ബനാ ദാറൻ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഉപമ എന്നത് ഒരു വീട് നിർമ്മിച്ച ഒരാളെ പോലെയാണ്. വജഅല ഫീഹാ മഅ്ദുബതൻ, ആ വീടിനകത്ത് രുചികരമായ ഭക്ഷണങ്ങൾ അയാൾ ഒരുക്കി വെച്ചു. വബഅസ ദാഇയൻ, ഒരാളെ ക്ഷണിക്കാൻ വേണ്ടി ആ ഭക്ഷണത്തിലേക്ക്, ആ വീട്ടിലേക്ക് ആളുകളെ വിളിക്കാൻ വേണ്ടി അയാൾ നിയോഗിച്ചു. ഫമൻ അജാബ ദാഇയ ദഖല ദാർ വഅകല മിനൽ മഅ്ദുബ, ആ വിളിക്കുന്നവന്റെ ക്ഷണം സ്വീകരിച്ച് വീടിനകത്തേക്ക് പ്രവേശിച്ച് അവിടെ സജ്ജീകരിച്ച, തയ്യാറാക്കി വെച്ച ഭക്ഷണം ഒരാൾ കഴിച്ചാൽ, വമൻ ലം യുജിബ് ദാഇയ ലം യദ്ഖുലി ദാർ വലം യഅകുൽ മിനൽ മഅ്ദുബ, ആ വിളി കേൾക്കാതെ വീട്ടിലേക്ക് വരാതെ ഭക്ഷണം കഴിക്കാൻ തയ്യാറാകാതെ ആരെങ്കിലും മാറിയാൽ, ഇതാണ് അവർ പറഞ്ഞ ഉദാഹരണം. അവർക്കിടയിൽ വീണ്ടും ചോദ്യവും സംസാരവും ഉണ്ടാവുകയാണ്. എന്താണ് ഈ പറഞ്ഞത് എന്ന് ഒന്ന് വ്യക്തമാക്കി തരണം. ഇതിന്റെ യഥാർത്ഥ പൊരുൾ എന്താണ്? ഞങ്ങൾക്കത് മനസ്സിലായിട്ടില്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അവിടുന്ന് സ്വഹാബത്തിന് ആ കാര്യം വിശദീകരിച്ചു കൊടുത്തു. ഫദ്ദാറു അൽ ജന്ന, ഉണ്ടാക്കപ്പെട്ട വീട് സ്വർഗത്തെക്കുറിച്ചാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വർഗമെന്ന മഹാ അനുഗ്രഹത്തിന്റെ ലോകം, സമാധാനവും നിറഞ്ഞു നിൽക്കുന്ന വീട് ഒരുക്കി വച്ചിട്ടുണ്ട്. വദ്ദാഇ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം, വിളിക്കാൻ വേണ്ടി വന്നതാരാണ്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വിളി കേട്ട് ഇസ്ലാമിലേക്ക് പ്രവേശിച്ച് അള്ളാഹുവിന്റെ കൽപ്പനകളെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അധ്യാപനങ്ങളെ ജീവിതത്തിൽ പകർത്താനും പ്രാവർത്തികമാക്കാനും ആരാണോ തയ്യാറാകുന്നത്, അവർക്ക് അല്ലാഹു ഒരുക്കിയിട്ടുള്ള ലോകമാണ് സ്വർഗം എന്നത്. ആ സ്വർഗത്തിലേക്ക് വഴി കാണിക്കാൻ, സ്വർഗത്തിലേക്ക് വേണ്ട ഭക്ഷണപാനീയങ്ങൾ, പോഷകാഹാരങ്ങൾ നമുക്ക് നൽകാൻ വേണ്ടി നിയോഗിക്കപ്പെട്ട റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ. ശേഷം അവിടുന്ന് പറഞ്ഞു, ഫമൻ അത്വഅ മുഹമ്മദൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അനുസരിക്കാൻ ആരാണോ തയ്യാറാകുന്നത്, ഫഖദ് അത്വഅ അല്ലാഹ്, അവൻ അല്ലാഹുവിനെ അനുസരിച്ചു. വമൻ അസാ മുഹമ്മദൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ ധിക്കരിക്കുന്നവൻ ആരാണോ, ഫഖദ് അസല്ലാഹ്, അവൻ അല്ലാഹുവിനെ ധിക്കരിച്ചു. വമുഹമ്മദുൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഫർഖും ബൈനൻ നാസ്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വില എന്താണ്, സ്ഥാനം എന്താണ്, മഹത്വം എന്താണ്, ജനങ്ങൾക്കിടയിൽ നല്ലവരാരാണ്, ചീത്ത ആളുകൾ ആരാണ്, സൽസ്വഭാവത്തിന്റെ ഉടമകൾ ആരാണ്, ദുസ്വഭാവത്തിന്റെ വാഹകരായി ജീവിക്കുന്നവർ ആരാണ്, നന്മ എന്താണ്, തിന്മ എന്താണ്, സത്യമെന്താണ്, അസത്യമെന്താണ്, ധർമ്മവും നീതിയും അധർമ്മവും അനീതിയും അത് വേർതിരിച്ച് പഠിപ്പിക്കുക, ബോധ്യപ്പെടുത്തുക എന്ന പണി ലോകത്ത് നിർവഹിച്ച സമ്പൂർണ്ണ മാതൃകാ ജീവിതത്തിന്റെ ഒരേ ഒരു ഉടമയാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ. സഹോദരങ്ങളെ, ഇതൊരു കഥാരൂപത്തിൽ അല്ലെങ്കിൽ എന്തെങ്കിലും വായിക്കുന്ന കേൾക്കുന്ന ഒരു ലാഘവ മനസ്സോടെയല്ല നാം ഇതിനെ ശ്രദ്ധിക്കേണ്ടത്. അള്ളാഹുവിൽ നിന്ന് വ്യക്തമായ ബോധനത്തിന്റെ അടിസ്ഥാനത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മെ പഠിപ്പിച്ചിട്ടുള്ള കാര്യമാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ രാവും പകലും 23 വർഷങ്ങളിൽ കഠിനാധ്വാനം ചെയ്തത്, അഹോരാത്രം പണിയെടുത്തത്, വിയർപ്പൊഴുക്കിയത്, പ്രയാസങ്ങൾ, ബുദ്ധിമുട്ടുകൾ, പട്ടിണി എല്ലാം അനുഭവിച്ചത്,
വേദനകളും കഷ്ടപ്പാടുകളും സങ്കടങ്ങളും ജീവിതത്തിൽ അനുഭവിച്ചത് എന്തിനു വേണ്ടിയായിരുന്നു? ലോകം അവസാനിക്കുന്നത് വരെ ഇവിടെ വരാനുള്ള മനുഷ്യരെ സത്യത്തിലേക്ക് ക്ഷണിക്കാൻ വേണ്ടിയായിരുന്നു. അവർക്കതിന്റെ വഴി പറഞ്ഞു കൊടുക്കാൻ വേണ്ടിയായിരുന്നു. ആ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അള്ളാഹുവിനോടുള്ള സ്നേഹം സത്യസന്ധമാക്കി കഴിഞ്ഞാൽ നാം ഏറ്റവും കൂടുതലായി സ്നേഹിക്കേണ്ടത്, അടുത്തറിയേണ്ടത്, അനുസരിക്കേണ്ടത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയാണ്. രക്തബന്ധം അവിടെ നമുക്ക് തടസ്സമല്ല. ബാപ്പയും ഉമ്മയും തടസ്സമാകരുത്, ഭാര്യയും മക്കളും തടസ്സമാകരുത്, കൂട്ടുകാരും സഹപ്രവർത്തകരും സഹപാഠികളും സൗകര്യങ്ങളും സംവിധാനങ്ങളും ആ സ്നേഹത്തിന് വിലങ്ങ് തീർക്കരുത്. അള്ളാഹുവിനോടുള്ള സ്നേഹം കഴിഞ്ഞാൽ നമുക്ക് സ്നേഹിക്കാനുള്ളത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയാണ്. അതുകൊണ്ടാ ഖുർആൻ പറഞ്ഞത് അന്നബിയ്യു ഔലാ ബിൽ മുഅ്മിനീന മിൻ അൻഫുസിഹിം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ വിശ്വാസികളാണോ അവരിലേക്ക് വിശ്വാസികൾ ഏറ്റവും അടുക്കേണ്ടത്, ഏറ്റവും അടുപ്പം കാണിക്കേണ്ടത്, സ്നേഹം കാണിക്കേണ്ടത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോടാണ്. അള്ളാഹുവിനോടുള്ള ആരാധനയാകുന്ന മഹബ്ബത്ത്, സമർപ്പണമാകുന്ന സ്നേഹം, അത് കഴിഞ്ഞാൽ വിശ്വാസികളായ നമുക്ക് നന്നായി സ്നേഹിക്കാനുള്ളത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തെയാണ്. അത് വഴിവിട്ട ഒരു പ്രേമമല്ല, അല്ലെങ്കിൽ വഴിവിട്ട ചിന്തകളല്ല, അതിരുവിട്ട പ്രവർത്തനങ്ങളല്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ സ്നേഹിക്കുക എന്ന് പറഞ്ഞാൽ അവിടുന്ന് നമുക്ക് ഏറ്റവും വലിയ അനുഗ്രഹമായി വന്നു കിട്ടിയതാണ്. ലഖദ് മന്നല്ലാഹു അലൽ മുഅ്മിനീൻ. വിശ്വാസികൾക്കിതാ അല്ലാഹു അനുഗ്രഹം ചൊരിഞ്ഞിരിക്കുന്നു. എന്താ സഹോദരങ്ങളെ അവിടെ വിശ്വാസികൾ എന്ന് പ്രത്യേകം പറഞ്ഞത്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ എനിക്കൊരു മിന്നത്താണ്, അനുഗ്രഹമാണ് എന്ന് ഉൾക്കൊള്ളാൻ മാത്രം മാനസിക വിശാലത കൈവരിക്കുക വിശ്വാസികൾ മാത്രമാണ്. അല്ലാത്തവർക്ക് അത് വെറുമൊരു പേരാണ്, കേവല ജീവിതമാണ്, വ്യർത്ഥമായ വർത്തമാനങ്ങളാണ്. അവർ ആ ജീവിതത്തെ പരിഹസിക്കും, ആ ജീവിതത്തെ കളിയാക്കും, ആ ജീവിതത്തെ ചോദ്യം ചെയ്യും, ആ ജീവിതത്തിന് നേരെ കൊഞ്ഞനം കുത്തുന്നവരായി അവർ മാറും. വിശ്വാസികൾ ആ സ്വഭാവത്തിലേക്ക് വരൂല. കാരണം അവരെ മനസ്സിലുള്ളത് എന്താണെന്നറിയോ? ഷെയ്ഖ് നാസിർ സഅദി റഹിമഹുല്ലാഹ് പറഞ്ഞ പോലെ അൻഖദഹുമുല്ലാഹു ബിഹി മിനൽ ളലാല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയിലൂടെ വഴികേടിൽ നിന്ന് നമുക്ക് രക്ഷപ്പെടാൻ പറ്റി. പിന്നെയോ വഅസമഹും ബിഹി മിനൽ ഹലക. നാശത്തിൽ നിന്ന് അല്ലാഹു നമ്മളെ സംരക്ഷിച്ചു. കുറെ വൃത്തികേടുകളിൽ, വേണ്ടാത്തരങ്ങളിൽ, അധർമ്മങ്ങളിൽ വ്യാപൃതരായി ശരീരവും മനസ്സും സമ്പത്തും ജീവിതവും നശിപ്പിക്കരുതേ എന്ന് ആണയിട്ട് നമ്മളോട് പറഞ്ഞ ഒരു ജീവിതം, അതാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതം. ശിർക്കിലും കുഫറിലും കാപട്യത്തിലും ചതിയിലും വഞ്ചനയിലും അകപ്പെട്ട് നിങ്ങളുടെ മനസ്സിനെ മലിനമാക്കരുതേ എന്ന് പഠിപ്പിച്ച ജീവിതമാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടേത്. അതാ സഹോദരങ്ങളെ മിന്നത്ത് എന്ന് പറഞ്ഞാൽ. ഇന്ന് നോക്കൂ നിങ്ങൾ, ലഖദ് ജാഅക്കും റസൂലുൻ മിൻ അൻഫുസിക്കും. നിങ്ങൾക്ക് നിങ്ങളിൽ നിന്ന് ഒരു ദൂതനിതാ വന്നിരിക്കുന്നു. എവിടുന്നെങ്കിലും അല്ല, ഏതെങ്കിലും മനുഷ്യരുമായി വ്യത്യാസമുള്ള വർഗത്തിൽ നിന്നല്ല, മനുഷ്യവർഗത്തിൽ നിന്ന്, മനുഷ്യ സ്വഭാവമറിയുന്ന, മനുഷ്യ പ്രകൃതമുള്ള, ഭക്ഷിക്കുന്ന, വെള്ളം കുടിക്കുന്ന, വിവാഹ ജീവിതത്തിൽ ഏർപ്പെട്ട, ഔറത്ത് മറക്കാൻ വസ്ത്രം ധരിച്ച, പട്ടിണി എന്താണെന്നറിഞ്ഞ, ദാരിദ്ര്യം എന്താണെന്നറിഞ്ഞ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ. മനുഷ്യ പ്രകൃതമാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടേത്. എന്താ വ്യത്യാസം? അവിടുന്ന് വഹി ലഭിച്ചിരുന്നു. അന്ത്യപ്രവാചകനാണ്, അഷ്റഫുൽ ഖൽഖാണ്, അള്ളാഹുവിന്റെ സൃഷ്ടികളിൽ ഏറ്റവും ശ്രേഷ്ഠനാണ്. ഇതൊക്കെയാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ വേർതിരിക്കുന്നത്. ആ പ്രവാചകന്റെ സ്വഭാവം നോക്കൂ നിങ്ങൾ. അസീസുൻ അലൈഹി മാ അനിത്തും. നിങ്ങൾ പ്രയാസപ്പെടുന്നത്, കഷ്ടപ്പെടുന്നത് സഹിക്കാൻ കഴിയാത്ത പ്രവാചകൻ. സഹോദരങ്ങളെ, അങ്ങനെ ഒരു നേതാവിനെ ലോകത്ത് കിട്ടിയിട്ടുണ്ടോ? ഈ കാലഘട്ടത്തിൽ കിട്ടിയിട്ടുണ്ടോ? കഴിഞ്ഞ കാലഘട്ടങ്ങളിൽ
ഈ നിലക്ക് അർഹത നേടിയ, ഈ നിലക്ക് യോഗ്യത നേടിയ ഒരാളെ കാണിച്ചു തരാൻ കഴിയൂ? ആരെ ചൂണ്ടിക്കാണിച്ചാലും എന്തെങ്കിലും ഒരു കുറവ് എടുത്തു കാണിക്കാനുണ്ടാകും. ഒരു പോരായ്മയില്ലാത്ത, വീഴ്ച പറ്റാത്ത ഒരു നേതാവ് ലോകത്തുണ്ടായിട്ടുണ്ടോ? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ അല്ലാതെ. പിന്നെയോ ഹരീസുൻ അലൈക്കും ബിൽ മുഅ്മിനീൻ, നിങ്ങളോട് വല്ലാത്ത കൊതിയാണ്, വല്ലാത്ത താല്പര്യമാണ്. അതിന്റെ ഉദാഹരണമല്ലേ ചെറുതും വലുതുമായ നന്മകൾ, അതുമായി ബന്ധപ്പെട്ട വാക്കുകൾ, അതെങ്ങനെയാണ് ചെയ്യേണ്ടത്, എപ്പോഴാണ് ചെയ്യേണ്ടത് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരു അധ്യാപകനെ പോലെ, ഒരു ബാപ്പയെ പോലെ, ഒരു സഹോദരനെ പോലെ എങ്ങനെയൊക്കെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത്. ചില നന്മകളുടെ പോരിശയും മഹത്വവും നമ്മൾ കേട്ടാൽ സഹോദരങ്ങളെ, അതിന്റെ വില ഉൾക്കൊള്ളാൻ മാത്രം നമ്മുടെ മനസ്സ് വളർന്നിട്ടില്ല. അത്രത്തോളം നമ്മുടെ മനസ്സിന് ഉൾക്കൊള്ളാൻ പറ്റാത്ത വിധത്തിലുള്ള മേന്മകളല്ലേ ആ നന്മകൾക്ക് പഠിപ്പിക്കപ്പെട്ടത്. അതെങ്ങനെ കിട്ടിയതാ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പലപ്പോഴായി സ്വീകരിച്ച വഹിയാണ്. വഹി സ്വീകരിക്കുക എന്ന് പറഞ്ഞാൽ ആരെങ്കിലും നമുക്ക് അയച്ച ഒരു കത്ത്, ഒരു സന്ദേശം ഉത്തരവാദിത്തം ഏൽപ്പിക്കപ്പെട്ട ആൾ കൊണ്ടുവരുമ്പോൾ അത് വാങ്ങി ഒപ്പിട്ട് വാങ്ങുന്ന പോലെ എളുപ്പത്തിലുള്ളതാണോ? വാട്സാപ്പിലൂടെയും അല്ലാതെയും വരുന്ന സന്ദേശങ്ങളെ, മെസ്സേജുകളെ വായിച്ചു തീർക്കുന്ന പോലെയാണോ? വഹി സ്വീകരിക്കുക എന്നത് വല്ലാത്ത മാനസിക പ്രയാസമുള്ളതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ വിയർത്തുപോയിരുന്നു, വല്ലാതെ പേടിച്ചിരുന്നു. എന്തേ കാരണം? 7 ആകാശങ്ങൾക്കപ്പുറത്ത് നിന്ന് വരുന്ന, ഒന്നും കൂട്ടിച്ചേർക്കാൻ പറ്റാത്ത, ഒന്നും കുറച്ചു കളയാൻ പറ്റാത്ത, ഒന്നും മറച്ചു വെക്കാൻ പറ്റാത്ത അത്രയും സൂക്ഷ്മതയോടെ കൈകാര്യം ചെയ്യാൻ ഏൽപ്പിക്കപ്പെട്ട ഒന്നാണ് വഹി. അത് സ്വീകരിക്കുമ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ വല്ലാതെ പേടിച്ചു. എനിക്ക് വേണ്ടാന്ന് പറയാൻ പറ്റൂല, എനിക്ക് സൗകര്യമില്ലെന്ന് പറയാൻ പറ്റൂല, ഒരുങ്ങിയിരിക്കണം. ജിബ്രീൽ അലൈഹിസ്സലാം ഓതിക്കൊടുക്കുന്ന, പറഞ്ഞു കൊടുക്കുന്ന കാര്യങ്ങളെ കാതോർത്ത് അത് മനസ്സിന്റെ ഉള്ളിലേക്ക് ഇറക്കി വെച്ച് സ്വഹാബത്തിനെ കേൾപ്പിക്കണം, അവരെ പഠിപ്പിക്കണം. ചില്ലറ കാര്യമൊന്നുമല്ല. മഹദി ആയിഷ റളിയല്ലാഹു അൻഹ പറയുന്നുണ്ട്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ വഹി സ്വീകരിക്കുമ്പോണ്ടായിരുന്ന അവസ്ഥ എന്താന്നുള്ളത്. അതാ സഹോദരങ്ങളെ, നമ്മളോട് വല്ലാത്ത കൊതിയായിരുന്നു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക്. റഊഫുർ റഹീമുമാണ്. അനുകമ്പയോടെ, കാരുണ്യത്തോടെ നമ്മളോട് ഇടപെട്ട പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പങ്കെടുത്ത യുദ്ധങ്ങളൊക്കെ എന്തെങ്കിലും വർഗീയതയോ തീവ്രതയോ പരത്താനായിരുന്നോ? അല്ലെങ്കിൽ ഇസ്ലാം എന്ന് പറഞ്ഞാൽ ഒരു വിഭാഗീയതയുടെ, രക്തച്ചൊരിച്ചിലിന്റെ, കൊലയുടെ മതമാണ് എന്ന് പഠിപ്പിക്കാനായിരുന്നോ? അല്ല. ഇസ്ലാം ഒന്നു മാത്രമാണ്, സമാധാനത്തിന്റെയും കാരുണ്യത്തിന്റെയും ശാന്തിയുടെയും മതം എന്ന് ലോകരെ അറിയിക്കാനും പഠിപ്പിക്കാനും കേൾപ്പിക്കാനുമായിരുന്നു. അതുകൊണ്ട് എത്ര ആളുകൾ പല നിലക്ക് തലകുത്തി മറിഞ്ഞു നോക്കി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ എങ്ങനെയെങ്കിലും ചെറുതായിട്ടെങ്കിലും ഒരു തീവ്രവാദിയാക്കി മാറ്റണം, ഒരു ഭീകരവാദിയാക്കി മാറ്റണം. എന്തേ സഹോദരങ്ങളെ അതൊന്നും വിജയിക്കാതെ പോയത്? എന്തേ അതൊന്നും ഈ ലോകത്ത് നിലനിൽക്കാതെ പോയത്? അത് വെറും കുമിളകളായി മാറ്റപ്പെട്ടു. എന്തുകൊണ്ടാ? അതിന്റെ ഉത്തരം ഖുർആൻ നമ്മളോട് പറഞ്ഞു, വമാ അർസൽനാക ഇല്ലാ റഹ്മത്തൽ ലിൽ ആലമീൻ. ഒറ്റ ഉത്തരവുള്ളൂ, പ്രവാചകരെ നിങ്ങളെ ലോകത്തേക്ക് പറഞ്ഞയച്ചത് ദുഷിച്ച പണിക്കല്ല, ദേഷ്യം പരത്താനല്ല, വാശിയും കുശുമ്പും അവർക്കിടയിൽ ഉണ്ടാക്കാനല്ല. റഹ്മത്തിന്റെ പ്രവാചകനാണ്, കാരുണ്യത്തിന്റെ പ്രവാചകനാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പെരുമാറ്റം, സമീപനം, സ്വഭാവം എന്തും എടുത്ത് പരിശോധിക്കുക. ഏതെങ്കിലും വിവരമില്ലാത്ത ആളുകൾ എഴുതി കൂട്ടിയതോ പറഞ്ഞു പരത്തിയതോ അല്ല നമ്മൾ നോക്കേണ്ടത്. സത്യസന്ധതയോടെ, ചരിത്രം വളച്ചൊടിക്കാതെ, അള്ളാഹുവിനെ പേടിച്ചുകൊണ്ട്, പരലോകം ഭയന്നുകൊണ്ട് നേരാംവിധം എഴുതപ്പെട്ട ഗ്രന്ഥങ്ങളും ലേഖനങ്ങളും പുസ്തകങ്ങളും പറയപ്പെട്ട കാര്യങ്ങളും കേട്ടാൽ സഹോദരങ്ങളെ അതെല്ലാം നമുക്ക് ബോധ്യമാകും, അതെല്ലാം നമുക്ക് പെട്ടെന്ന് മനസ്സിലാകും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ റഹ്മത്തുൽ ലിൽ ആലമീൻ, ലോകർക്കുള്ള കാരുണ്യമാണ്. ഇത് വിശ്വാസികളായ നമ്മൾ തിരിച്ചറിയാതെ പോയാൽ പിന്നെ ആരാ സഹോദരങ്ങളെ അതിനുണ്ടാവുക? ആർക്കാണത് അനുഭവിക്കാൻ കഴിയുക?
ഈ നോക്കൂ നിങ്ങൾ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഇവിടെ നിർവഹിച്ച ദൗത്യമെന്താണ്? സുഖിച്ച് സുഖലോലുപനായി ആനന്ദിച്ച് ആഹ്ലാദിച്ച് ജീവിച്ചങ്ങനെ തീർന്നതാണോ? അല്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഏറ്റവും നല്ല വിരക്തി കാണിച്ചു. ഉള്ളതുകൊണ്ട് ഒരാൾ എങ്ങനെ തൃപ്തിപ്പെടണം എന്ന് പഠിപ്പിച്ചു. ക്ഷമയുടെ ഏറ്റവും നല്ല ഉദാഹരണമായി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മാറി. സഹനത്തിന്റെ സമ്പൂർണ്ണ ജീവിതമായി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മാറി. ഒരു ഭർത്താവ് എങ്ങനെയാകണം, ഒരു ബാപ്പ എങ്ങനെയാകണം, ഒരു നേതാവ് എങ്ങനെയാകണം, എല്ലാ മേഖലയിലും അവിടുന്ന് വ്യക്തിമുദ്ര പതിച്ചു. എന്തുകൊണ്ടാണത്? അല്ലാഹു സുബ്ഹാനഹു വ തആല ആ ഒരു ദൗത്യ നിർവഹണത്തിന് വേണ്ടിയാണ് അദ്ദേഹത്തെ നിയോഗിച്ചത്. അതുകൊണ്ടാണ് ഖുർആൻ പറഞ്ഞത് യാ അയ്യുഹൻ നബിയ്യു, അല്ലയോ പ്രവാചകരെ എന്ന് വിളിച്ചാ പറഞ്ഞത്. അല്ലാതെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നിയോഗിക്കപ്പെട്ട ആളുകളെ വിളിച്ചിട്ട് എടോ നിങ്ങളിലേക്കൊരു നബി വന്നിട്ടുണ്ട് എന്ന നിലക്കല്ല. യാ അയ്യുഹൻ നബിയ്യു, പ്രവാചകരെ, ഇന്നാ അർസൽനാക, നാം നിങ്ങളെ പറഞ്ഞയച്ചത് ഷാഹിദൻ, ഈ ഉമ്മത്തിന് സാക്ഷിയായിട്ടാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കണ്ടു വളർന്ന ലക്ഷക്കണക്കിന് സ്വഹാബികൾക്ക് മാത്രമല്ല, ലോകം അവസാനിക്കുന്ന നിമിഷം വരെ ഇവിടെ വരുന്ന മനുഷ്യജന്മങ്ങൾക്ക് മുഴുവൻ സാക്ഷിയാണ്. അതുകൊണ്ടാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പ്രവാചകരെ നിങ്ങളെ സാക്ഷിയായി പരലോകത്ത് കൊണ്ടുവരും എന്ന ആയത്ത് ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു ഓതിക്കൊടുത്ത് കേട്ടപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ കരയാണ്, പൊട്ടിക്കരയാണ്. ആലോചിച്ചോക്കാണി. അപ്പൊ അള്ളാഹു ഏൽപ്പിച്ച ദൗത്യത്തെ എത്ര സ്നേഹത്തോടെയാണ് മനസ്സുകൊണ്ട് സ്വീകരിച്ചത്, അല്ലെ? അതല്ലേ നമ്മൾ ചെയ്യേണ്ടത്? അള്ളാഹുവിന്റെ കൽപ്പനകൾക്കൊന്ന് കാതോർക്കാൻ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തന്റെ അനുചരന്മാരിലൂടെ കൈമാറിത്തന്ന ഈ ദൗത്യത്തിന്റെ വാഹകരാകാൻ, അതിനെ ജനങ്ങളിലേക്ക് എത്തിക്കുന്ന ഒരു മനസ്സായി, ഒരു ശരീരമായി, ഒരു ജീവിതമായി മരിക്കുന്ന നിമിഷം വരെ ഞാനുണ്ടാകുമെന്ന് ഒരു വിശ്വാസി പ്രഖ്യാപിക്കുമ്പോഴാണ് സഹോദരങ്ങളെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അനുധാവനം ചെയ്യുന്ന, അനുസരിക്കുന്ന, സ്നേഹിക്കുന്ന ഒരാളായിട്ട് മാറുള്ളൂ. വെറുതെ മാറൂല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ സാക്ഷിയാണ്. വമുബശ്ശിറൻ വനദീറാ, സ്വർഗത്തെക്കുറിച്ച് സന്തോഷ വാർത്ത അറിയിച്ച പ്രവാചകൻ, നരകത്തെക്കുറിച്ച് താക്കീത് എന്ന പ്രവാചകൻ. ഇനി നോക്കൂ നിങ്ങൾ, വദാഇയൻ ഇലല്ലാഹി ബിഇദ്നി, അല്ലാഹുവിന്റെ അനുമതിയോടെ ജനങ്ങൾ അല്ലാഹുവിലേക്ക് വിളിച്ചു. ഖുർആനിലെ വല്ലാത്ത രണ്ട് പ്രയോഗങ്ങളുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പേടിച്ച് വിറച്ച്, ആലോചിക്കണം, നിലത്ത് നിൽക്കാൻ വയ്യ, പേടിച്ച് വിറച്ച് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പുതപ്പിട്ട് മൂടിക്കിടക്കുകയാണ്. രണ്ട് വിളിയാണ്, യാ അയ്യുഹൽ മുദ്ദസിർ, പുതപ്പിട്ട് മൂടിക്കിടക്കുന്നവനെ, ഖും, എണീക്ക്, ഫഅൻദിർ, താക്കീത് കൊടുക്ക്. മൂടിക്കിടക്കാനല്ലാണ് പറഞ്ഞയച്ചത്. യാ അയ്യുഹൽ മുസ്സമിൽ, പുതപ്പിട്ട് മൂടിക്കിടക്കുന്നവനെ. നിങ്ങൾ ആലോചിച്ചോക്കാണി, നമ്മൾ കേട്ടതല്ലേ ഇതൊക്കെ, നമ്മൾ അറിഞ്ഞതല്ലേ ഇതൊക്കെ, മനപ്പാടമില്ലേ നമുക്ക്? സഹോദരങ്ങളെ, നമ്മളാരും പുതപ്പിട്ട് മൂടുന്നൊന്നുമില്ല. ഉണ്ടോ? ഇല്ല. നമ്മൾ സന്നദ്ധരാകുന്നുണ്ടോ എന്ന് ആലോചിക്കണം. അള്ളാഹുവിന്റെ ദീനാകുന്ന ഈ വെളിച്ചത്തെ, ഈ അറിവിനെ അജ്ഞരായ ഇരുട്ടിൽ കഴിയുന്ന ആളുകളിലേക്ക് ഒന്ന് എത്തിച്ചു കൊടുക്കാൻ, അതിലൂടെ നമുക്ക് ഇസ്തിഖാമത്ത് കിട്ടാൻ, അള്ളാഹുവിന്റെ ദീനിൽ ഉറക്കാനും സൗഭാഗ്യവാന്മാരിൽ ഉൾപ്പെടാനുമുള്ള ഒരു പരിശ്രമം നമ്മുടെ ഭാഗത്തു നിന്ന് ഉണ്ടോ ഇല്ലേ എന്നാണ് നാം പരിശോധിക്കേണ്ടത്. അത് വളരെ ആത്മാർത്ഥമായി, കണിശമായി നമ്മൾ പരിശോധിക്കണം. റബീഉൽ അവ്വൽ മാസം വരുമ്പോ ആ ഒരു മാസം മുഴുവനായിട്ടും പൊടിപൊടിക്കുന്ന ആഘോഷം, കൊടി ഉയർത്തൽ, തോരണം കെട്ടൽ, എന്തൊക്കെയോ വിളിച്ചു പറയൽ, മധുരപലഹാരങ്ങൾ ഉണ്ടാക്കൽ, എന്ത് ദീനാ സഹോദരങ്ങളെ? എവിടെ അത് ദീനുമായിട്ട് ബന്ധം ഉണ്ടോ? ഒരു ബന്ധവും ഇല്ല. ആഘോഷം എന്നതല്ല, ആചാരമാണ് പ്രധാനം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ ആചരിക്കാൻ നമുക്ക് സാധിക്കണം. എങ്ങനെ ആചരിക്കേണ്ടത്? അവിടുന്ന് ജീവിതത്തെ നമ്മുടെ ജീവിതമാക്കുക, പ്രാർത്ഥിക്കേണ്ട സമയത്ത് പ്രാർത്ഥിക്കുക, നബിശരിയായി പഠിപ്പിക്കപ്പെട്ട കാര്യങ്ങളെ ആദരിക്കുക, അനാദരിക്കരുത്, ബഹുമാനിക്കുക, അവഹേളിക്കരുത്. അതാണ് വിശ്വാസി. ആ ജീവിതത്തെ അനുധാവനം ചെയ്തുകൊണ്ട്
പടച്ചറബിന്റെ ഇഷ്ടം നമ്മൾ ആഗ്രഹിക്കണം. അതാ ഖുർആൻ പറഞ്ഞത്, ഖുൽ പ്രവാചകരെ പറയുക, ഇൻ കുൻതും തുഹിബ്ബൂനല്ലാഹ്, നിങ്ങൾ അല്ലാഹുവിനെ ഇഷ്ടപ്പെടുന്നുവെങ്കിൽ ഫത്തബിഊനി, എന്നെ പിൻപറ്റുക, യുഹ്ബിബുക്കുമുല്ലാഹ്, അല്ലാഹു നിങ്ങളെ ഇഷ്ടപ്പെടും, നിങ്ങളെ പാപങ്ങൾ പുറത്തു തരും. മഹാനായ ഇബ്നു കസീർ റഹിമഹുല്ലാഹ് ഈ ആയത്തിന് കൊടുത്തൊരു വിശദീകരണം എന്താണെന്നറിയോ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ച രീതി അനുസരിച്ച്, ആ ദീൻ അനുസരിച്ച് അള്ളാഹുവിന്റെ ഇഷ്ടം കാംക്ഷിക്കുക എന്നല്ലാതെ നമുക്ക് തോന്നുന്ന പോലെ ആഘോഷമുണ്ടാക്കി, അനുഷ്ഠാനങ്ങൾ ഉണ്ടാക്കി, പ്രവർത്തനങ്ങൾ ഉണ്ടാക്കി, ഇതൊക്കെ ദീനാണ് എന്ന് വരുത്തി തീർത്ത് അതിലേക്ക് ജനങ്ങളെ കൊണ്ടുവന്നാൽ അത് ദീനല്ല. അത് ദീനല്ല. അതൊക്കെ എവിടുന്ന് ഉണ്ടായി എന്നത് ഇൻഷാ അല്ലാഹ് നമുക്കതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാം. നമ്മുടെ സാഹചര്യം മുന്നിൽ വെച്ച് റബീഉൽ അവ്വൽ അടുത്തിരിക്കുകയാണ്. ഇനി ഒരു മാസം ദീനുമായി ബന്ധപ്പെടുത്താൻ പറ്റാത്ത പരിപാടികളാണ്. പള്ളികളിലും മദ്രസകളിലും അങ്ങാടികളിലും ഒക്കെ ഇനി നടക്കാൻ പോകുന്നത് അതാണ്. സഹോദരങ്ങളെ, അത് പുത്തനാചാരമാണ്. അതിലേക്ക് നമ്മൾ ഒരു തരി പോലും അടുക്കരുത്. പരലോക വിജയം നമ്മൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നമുക്ക് നൽകിയൊരു പേരെന്താ അറിയോ? സ്വഹാബത്തിനോട് പറഞ്ഞു, അൻതും അസ്ഹാബി, നിങ്ങൾ എന്നെ കണ്ടു വളർന്ന എന്റെ അനുചരന്മാരാണ്. എന്നാൽ വയഹ്വാനുനാ, എന്റെ സഹോദരങ്ങൾ വരാനുണ്ട്. നോക്കൂ നിങ്ങൾ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മളെപ്പറ്റി പറഞ്ഞത് സഹോദരങ്ങൾ എന്നാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സഹോദരങ്ങൾ. അപ്പൊ സ്വഹാബത്തിന്റെ ചോദ്യം, അള്ളാന്റെ ദൂതരെ, എങ്ങനെ നിങ്ങൾക്ക് അവരെ തിരിച്ചറിയാൻ പറ്റുക? എങ്ങനെ നിങ്ങൾ അവരെ തിരിച്ചറിയാ? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അവർ കൈകാലുകൾ വെളുത്തവരായി, കൈകാലുകളും മുഖവും വെളുത്തവരായി പരലോകത്ത് ഹാജരാക്കപ്പെടും. അതിൽ നിന്ന് ഏതുപോലെ കുതിരകൾക്കിടയിൽ നല്ല വെളുപ്പുള്ള കാലും കയ്യുമൊക്കെ വെളുത്ത കുതിരകൾ, ആ കുതിരകൾക്കിടയിൽ നിന്ന് ഖൈലിൻ ദുഹ്മിൻ ബുഹ്മിൻ, കറുത്ത ഒരു നിറമില്ലാത്ത കുതിരകൾ വേർതിരിക്കപ്പെടും പോലെ എന്റെ ഉമ്മത്ത് പരലോകത്ത് വേർതിരിക്കപ്പെടും. എന്റെ സഹോദരങ്ങളെ എനിക്കവിടെ വെച്ച് കാണാൻ കഴിയും എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. അവിടുന്ന് ഹൗദുൽ കൗസറിന്റെ വെള്ളം കൊടുക്കാൻ വേണ്ടി കാത്തുക്കുന്നുണ്ടാവും. ആ ഹൗദുൽ കൗസറിന്റെ വെള്ളം തടയപ്പെടുന്ന ഒരു വിഭാഗമുണ്ട്. അതാരാന്നറിയോ? അള്ളാഹുവിന്റെ ദീനിനെ കേടുവരുത്താൻ നോക്കിയവരാണ്. അള്ളാഹുവിന്റെ ദീനിനെ പൊളിക്കാനും തകർക്കാനും ഇല്ലാതെയാക്കാനും പണിയെടുത്ത ആളുകളാണ്. അവരോട് പറയും, സുഖൻ സൂഖ, പൊയ്ക്കോളിം, വിദൂരത്തേക്ക് പൊയ്ക്കോളിം, എന്റെ മുമ്പിലേക്ക് എനിക്കിങ്ങനെ കാണണ്ട, പോയി അവിടുന്ന് എന്ന് പറഞ്ഞ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പരലോകത്ത് അവരാട്ടി അകറ്റുന്നതാണ്. ആ വിഭാഗത്തിൽ, അത്തരം ഹതഭാഗ്യവാന്മാരിൽ നമ്മളും നമ്മുടെ കുടുംബവും ഉൾപ്പെടാൻ പാടില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ യഥാവിധി അനുസരിച്ച് അനുധാവനം ചെയ്ത് ജീവിതത്തെ ക്രമീകരിക്കാനുള്ള സൗഭാഗ്യം പ്രദാനം ചെയ്യുമാറാകട്ടെ. അൽഹംദുലില്ലാഹി വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ, അമ്മാ ബഅദ്. അല്ലാഹുവിന്റെ നിയമങ്ങളും നിർദ്ദേശങ്ങളും ജീവിതത്തിന്റെ എല്ലാ സന്ദർഭങ്ങളിലും കഴിവിന്റെ പരമാവധി സൂക്ഷിച്ച് ശ്രദ്ധിച്ച് ജീവിതത്തെ ചിട്ടപ്പെടുത്തണം, ക്രമീകരിക്കണമെന്ന് ഉണർത്തുകയാണ്, ഉപദേശിക്കുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ നമ്മിലേക്കുള്ള ദൂതനാക്കി നിയോഗിച്ചത് കൃത്യമായ ലക്ഷ്യം നിർവഹിക്കപ്പെടാൻ വേണ്ടിയാണ്. ആ ലക്ഷ്യത്തിൽ ഏറ്റവും പ്രധാനം, അഥവാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അവിടുന്ന് സമൂഹത്തെ സംസ്കരിച്ചെടുത്തത്, പരിവർത്തിച്ചെടുത്തത് പ്രധാനമായും അള്ളാഹുവിന്റെ കിതാബ് ഓതിക്കൊടുത്താണ്. ഖുർആൻ അവർക്ക് കൃത്യമായി ഓതി പഠിപ്പിച്ചു കൊടുത്തു. അതോടൊപ്പം തന്നെ ആ ഖുർആനിന്റെ വിശദീകരണം, അതിന്റെ വിവരണമായിട്ടുള്ള നബി വചനങ്ങൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അവരെ കേൾപ്പിച്ചു. അപ്പൊ നമ്മൾ എപ്പോഴും മനസ്സിലാക്കണം, ഇസ്ലാമിന്റെ പ്രമാണങ്ങൾ അടിസ്ഥാനപരമായി രണ്ടെണ്ണമാണ്. അത് അള്ളാഹുവിന്റെ ഖുർആനും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസുകളുമാണ്. അതിലുള്ളതിനനുസരിച്ച് നമ്മുടെ ജീവിതത്തെ ചിട്ടപ്പെടുത്തുമ്പോൾ നമുക്ക് മനസ്സ് വിശുദ്ധിയുള്ള, മനസ്സ് സംസ്കരിക്കപ്പെട്ടവരായി മാറാൻ കഴിയും. നമ്മുടെ മനസ്സിനെ ബാധിക്കുന്ന അസുഖങ്ങളെ, രോഗങ്ങളെ മാറ്റിയെടുക്കാനുള്ള രണ്ട് മരുന്നുകളാണ്. എവിടെ വില കൊടുത്താലും വാങ്ങാൻ നമുക്ക് പറ്റാത്ത, അത്രയും വില പറയാനാകാത്ത രണ്ട് മരുന്നുകളാണ് അള്ളാഹുവിന്റെ ഖുർആനും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചര്യയും. അതനുസരിച്ച് എവിടെയും എപ്പോഴും നമ്മുടെ ജീവിതത്തെ
നിലനിർത്താൻ, മുന്നോട്ട് കൊണ്ടുപോകാൻ നാം ഓരോരുത്തരും പരിശ്രമിക്കണം എന്ന് അടിവരയിട്ട് ഉണർത്തുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ജീവിതത്തെ ഏറ്റവും നല്ല വഴിയിലൂടെ മുന്നോട്ട് കൊണ്ടുപോകാനുള്ള തൗഫീഖ് പ്രദാനം ചെയ്യുമാറാകട്ടെ. നമ്മുടെ ജീവിതത്തിൽ വന്ന ചെറുതും വലുതുമായ തെറ്റുകൾ, വീഴ്ചകൾ അല്ലാഹു വിട്ടുപുറത്ത് മാപ്പാക്കി തരുമാറാകട്ടെ. ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദ് റസൂലുള്ളാഹ് മരണം വരെ മുറുകെ പിടിച്ചുകൊണ്ട് ജീവിക്കാനുള്ള സൗഭാഗ്യം അല്ലാഹു പ്രദാനം ചെയ്യുമാറാകട്ടെ. ശാരീരികമായും മാനസികമായും സാമ്പത്തികമായും മതപരമായും കുടുംബപരമായും പ്രയാസപ്പെടുന്ന ഒരുപാട് ആളുകൾ സമൂഹത്തിലുണ്ട്. അവരുടെ പ്രയാസങ്ങൾ, ബുദ്ധിമുട്ടുകൾ അല്ലാഹു ദൂരീകരിച്ചു കൊടുക്കുമാറാവട്ടെ. നമ്മിൽ നിന്ന് മരണപ്പെട്ട മാതാപിതാക്കൾ, വിശ്വാസികൾ, പണ്ഡിതന്മാർ, മക്കൾ, പ്രബോധകർ, അവർക്ക് അല്ലാഹു മഗ്ഫിറത്തും മർഹമത്തും പ്രദാനം ചെയ്യുമാറാകട്ടെ. റബ്ബനാ തഖബ്ബൽ മിന്നാ റബ്ബനാ ലാ തുസിഗ് ഖുലൂബനാ ബഅദ ഇദ് ഹദൈതനാ വഹബ് ലനാ മിൻ ലദുൻക റഹ്മ ഇന്നക അൻതൽ വഹാബ് റബ്ബനാ ഹബ് ലനാ മിൻ അസ്വാജിനാ വദുർരിയാതിനാ ഖുർറത അയുനിൻ വജഅൽനാ ലിൽ മുത്തഖീന ഇമാമാ ആമീൻ ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ.